അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു ടുട്ടൂസ് കിച്ചൻ. അപ്പൊ നമ്മൾ ഇന്ന് ചിക്കൻ്റെ ഒരു വിഭവമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പൊ നമ്മൾ ചിക്കൻ വെച്ചിട്ട് നല്ല ചിക്കൻ റോസ്റ്റ് ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പൊ ഇവിടെ ഞാനൊരു 1/2 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ റോസ്റ്റ് ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. ആദ്യം തന്നെ ഒരു അടി കട്ടിയുള്ള പാത്രം വെക്കാം. ഫ്രൈ പാൻ ആണെങ്കിലോ ഇങ്ങനത്തെ ചീനച്ചട്ടി ആണെങ്കിലോ എന്ത് വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. ഇനി അതിനകത്തേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ അല്ലെങ്കിൽ ഓയിൽ ആണെങ്കിൽ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഇനി ഓയിലൊന്ന് ചൂടായി വരുന്നുണ്ട്. ചൂടായി വന്നു കഴിയുമ്പോൾ അതിനകത്തേക്ക് നമ്മൾ സവാള ചേർത്ത് കൊടുക്കാം. അപ്പൊ സവാള ഞാൻ 2 വലിയ സവാളയും 2 ചെറിയ സവാളയാണ് എടുത്തിരിക്കുന്നത്. ഈ സവാള ചേർത്ത് നല്ല പോലെ വഴറ്റി കൊടുക്കണം. സവാള ഒന്ന് വെളിച്ചെണ്ണയായിട്ടൊന്ന് മിക്സ് ആയി വരുമ്പോൾ ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉപ്പ് ചേർത്തിട്ട് സവാള വഴറ്റുക. നമ്മൾ ഉപ്പ് ചേർക്കുമ്പോൾ ചിക്കനും കൂടെ ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇപ്പൊ തന്നെ ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ ചിക്കൻ ചേർക്കുന്ന ടൈമിൽ ഉപ്പ് കുറവുണ്ടെങ്കിൽ നമുക്ക് ആ ടൈമിലും ചേർത്ത് കൊടുക്കാം. ഇനി സവാള ഒന്ന് നല്ലപോലെ വഴറ്റിയെടുക്കുക. ഇപ്പൊ സവാള ഏകദേശം ഒന്ന് വഴഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി അതിനകത്തേക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ ചതച്ച് വെച്ചത് അല്ലെങ്കിൽ മിക്സിയിലടിച്ച് ചേർത്ത് കൊടുക്കുക. ഒന്ന് സവാളയായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ശേഷം അതിനകത്തേക്ക് പച്ചമുളക് ചെറുതായിട്ടാണ് അരിഞ്ഞെടുത്തിരിക്കുന്ന പച്ചമുളക് ഒരു 6 എണ്ണം ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഒന്ന് നല്ല പോലെ എല്ലാം കൂടെ ഒന്ന് വഴന്നു വരണം. ഇപ്പൊ സവാള നല്ല പോലെ വഴന്നു വന്നിട്ടുണ്ട്. നമുക്ക് വേപ്പില ചേർത്ത് കൊടുക്കാം. നമുക്ക് ഇതിനകത്തേക്ക് പൊടികൾ ഓരോന്നായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ആദ്യം തന്നെ മുളക് പൊടി 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ടീസ്പൂൺ ചിക്കൻ മസാല അല്ലെങ്കിൽ ഗരം മസാല. എല്ലാ പൊടികളും ചേർത്തൊന്ന് നല്ലപോലെ മിക്സ് ചെയ്യുക. ഇതിലേക്ക് അല്പം കൂടെ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക. മിക്സ് ചെയ്യുക. നമ്മൾ മസാലപ്പൊടികളൊക്കെ ചേർത്ത ശേഷം വെളിച്ചെണ്ണ ചേർക്കുന്നതിൽ തെറ്റൊന്നുമില്ല. അല്ലെങ്കിൽ മസാലപ്പൊടികൾ കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. ഒന്ന് വഴന്ന് നല്ല പോലെ ഒന്ന് പിടിച്ചു വരാനും വേണ്ടിയിട്ടാണ് കുറച്ചും കൂടെ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തത്. ഫസ്റ്റ് നമ്മൾ ഒഴിക്കുമ്പോൾ തന്നെ കൂടുതൽ വെളിച്ചെണ്ണ ചേർക്കുവാണെങ്കിൽ ഈ സ്റ്റെപ്പ് അവോയ്ഡ് ചെയ്യാം. കുറച്ച് സ്പ്രിംഗ് ഓനിയൻ ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം. ഒരു 4-5 കാഷ്നട്ടും കൂടെ ചേർത്ത് കൊടുക്കാം. കാഷ്നട്ട് ഒന്നില്ലെങ്കിൽ ഫ്രൈ ചെയ്ത് ചേർക്കാം, അല്ലെങ്കിൽ ഫ്രൈ ചെയ്യാതെയും ചേർക്കാം. ഇതിനകത്തേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഇനി ഒന്ന് മസാലയൊക്കെ ചിക്കൻ ഒന്ന് പിടിക്കുന്ന പോലെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഇതിനകത്തേക്ക് വെള്ളം ചേർക്കുന്നില്ല. വെള്ളം ചേർക്കാതെ അടച്ചു വെച്ചാണ് ചിക്കന് വേവിക്കാൻ പോകുന്നത്. അങ്ങനെ വേവിക്കുമ്പോൾ ചിക്കൻ വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ചിക്കനിൽ നിന്ന് തന്നെ ഊറി വരും. ഇപ്പോൾ മസാലയൊക്കെ ചിക്കനുമ നല്ലപോലെ പിടിച്ചിട്ടുണ്ട്. നമ്മൾ ആദ്യം തന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിട്ടാണ് സവാളനെ വഴറ്റിയെടുത്തത്. നമുക്ക് കുറച്ചും കൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇപ്പൊ നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്നും കൂടെ മിക്സ് ചെയ്യാം. നമ്മള് ഇതിനകത്തേക്ക് തക്കാളി ചേർത്തിട്ടില്ലായിരുന്നല്ലേ. അത് നമ്മള് തക്കാളിക്ക് പകരം ടൊമാറ്റോ സോസാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് 1 ടീസ്പൂൺ ടൊമാറ്റോ സോസും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പൊ ആവശ്യത്തിനുള്ള പുളിയും കൂടെ നമ്മുടെ ചിക്കന് കിട്ടും. ഇനി ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്യാം. ഇപ്പൊ ടൊമാറ്റോ സോസും ചിക്കനും ഒന്ന് നല്ലപോലെ പിടിച്ചു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മൂടി വെച്ചിട്ട്
ഏകദേശം ഒരു 15 മിനിറ്റ് ഒരു മീഡിയം സിമ്മിലിട്ടിട്ട് നമുക്ക് ചിക്കനെ വേവിച്ചെടുക്കാം. ഏകദേശം ഒരു 15 മിനിറ്റ് മൂടി വെച്ച് ചിക്കനെ വേവിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇത് നമ്മൾ ഒഴിച്ച വെള്ളമല്ല, ചിക്കനിൽ നിന്ന് തന്നെ ഇറങ്ങി വന്ന വെള്ളമാണ്. നമ്മുടെ ചിക്കൻ ഒന്നുകൂടെ ഒന്ന് വേവാനുണ്ട്. നമുക്കൊരു 10 മിനിറ്റും കൂടെ ഒന്ന് മൂടി വെച്ച് വേവിക്കാം. അതിൻ്റെ ഇടയിൽ ഇടയ്ക്കൊന്ന് ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് തുറന്ന് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. നമുക്കൊന്നും കൂടെ ചിക്കന് മൂടി വെച്ചിട്ട് ഒരു 10 മിനിറ്റും കൂടെ വേവിച്ചെടുക്കാം. ഇപ്പൊ നമ്മൾ 5 മിനിറ്റും കൂടെ അടച്ചു വെച്ച് വേവിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന്റെ മുകളിലേക്ക് 1 ടീസ്പൂൺ വറ്റൽ മുളക്, എരിവ് വേണമെന്നുള്ളവര് കുറച്ചും കൂടെ ചേർക്കാം. ഞാനൊരു 1.5 ടീസ്പൂൺ വറ്റൽ മുളകും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്നും കൂടെ ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം ഒരു 5 മിനിറ്റും കൂടെ നമുക്ക് മൂടി വെച്ചിട്ട് വേവിക്കാം. ഒന്നും കൂടെ ഞാൻ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്നും കൂടെ ഒരു 5 മിനിറ്റ് കൂടെ മൂടി വെച്ചിട്ട് ചിക്കനെ വേവിച്ചെടുക്കാം. ഏകദേശം ഒരു 5 മിനിറ്റ് കൂടെ നമ്മൾ മൂടി വെച്ച് വേവിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ചിക്കൻ നല്ല പോലെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ കുക്ക് ചെയ്യാൻ ഏകദേശം ഒരു 20 മിനിറ്റ്, ആദ്യം തന്നെ നമ്മളൊരു 10 മിനിറ്റ് മൂടി വെച്ച് വേവിച്ചിരുന്നു, പിന്നെയും ഒരു 5 മിനിറ്റ് മൂടി വെച്ച് വേവിച്ചിരുന്നു, പിന്നെയും ഒരു 5 മിനിറ്റ് മൂടി വെച്ച് വേവിച്ചിരുന്നു. മൊത്തം നമ്മളൊരു 20 മിനിറ്റ് എടുത്തിട്ടുണ്ട്. ഇപ്പൊ നമ്മുടെ ചിക്കൻ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പൊ നമ്മള് ചിക്കന്റെ ഏകദേശം ഒരു ചാറ് പോലെ തന്നെയാണല്ലേ ഇതിനകത്ത് ഇരിക്കുന്നത്. ഇനി നിങ്ങൾക്ക് ചാറ് വേണ്ട എന്നുണ്ടെങ്കിൽ ഇതിനൊന്ന് തുറന്നു വെച്ച് കഴിഞ്ഞാല് ഈ നല്ല പോലെ ഒന്ന് നമുക്ക് വരട്ടിയെടുക്കാനായിട്ട് പറ്റും. അപ്പൊ നമുക്ക് കുറച്ചു നേരം ഒന്ന് തുറന്നു വെക്കാം. അപ്പോ ഈ വെള്ളമൊക്കെ ഒന്ന് വറ്റിയിട്ട് ഒന്ന് നല്ല പോലെ വരണ്ട് നല്ല ചിക്കൻ റോസ്റ്റ് ആയിട്ട് വരും. ഇപ്പൊ നമ്മുടെ ടേസ്റ്റി ചിക്കൻ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് അതിന് മുകളിൽ വേണമെങ്കിൽ കുറച്ച് സ്പ്രിംഗ് ഓനിയൻ ഒന്ന് ഇട്ട് കൊടുക്കാം ഒരു ഭംഗിക്ക്. അപ്പോൾ വളരെ എളുപ്പമാണ് ഉണ്ടാക്കാനായിട്ട്. ക്രിസ്മസ് ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കാം. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. അതുപോലെ ലൈക്കും ഷെയറും ചെയ്യാം. ഇനി നമുക്ക് നല്ല വീഡിയോസ് ആയിട്ട് കാണാം. അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.